ഇവരൊക്കെ സഹിക്കും. ഇവർക്ക് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു 5 ലക്ഷം രൂപയെ ഒരു 10 ലക്ഷം രൂപയെ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ കുട്ടിക്ക് ഇത്രയും സംഭവിച്ചത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ അത്രയും ടീച്ചേഴ്സിൻ്റെയും അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളുടെയും തന്നെയാണ് അവരുടെ തന്നെ ഒരു ശ്രദ്ധിക്കാത്തതിൻ്റെ ഭാഗം തന്നെയാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം. മന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും സ്കൂൾ മാനേജ്മെൻറ്റിനും എല്ലാവർക്കും ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ് സ്കൂൾസിൽ ഡിസിപ്ലിൻ കുറവാണ്. ആ കുട്ടിയുടെ ചിലപ്പോൾ നമ്മൾ പോയതുകൊണ്ടല്ല എടുക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ വിടുമ്പോൾ തന്നെ നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ പാരൻസിനെ പോലെ തന്നെയാണ് അവരെ കാണുന്നത്, ടീച്ചേഴ്സിനെ. അപ്പോൾ അത്രയും നമ്മൾ വിശ്വസിക്കുന്ന ടീച്ചർമാരുടെ ഭാഗത്തോ അല്ലെങ്കിൽ അവരെ അധികൃതരോ അവർ വളരെ ശ്രദ്ധ വേണമായിരുന്നു. പക്ഷേ കുട്ടിക്ക് ഇത്രയും സംഭവിച്ചത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ അത്രയും ടീച്ചേഴ്സിൻ്റെയും അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളുടെയും തന്നെയാണ് അവരുടെ തന്നെ ഒരു ശ്രദ്ധിക്കാത്തതിൻ്റെ ഭാഗം തന്നെയാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം. പോയില്ല, അവരുടെ മാതാപിതാക്കൾക്ക് പോയി, വേറെ ആർക്കാ നഷ്ടം? അതവർക്ക് തീരാ നഷ്ടമാണ്. അതിൻ്റെ ഇത് സുരക്ഷ കറക്റ്റാണോ എന്താ സ്കൂൾ ആരംഭിക്കുന്നതിന് മുമ്പേ അവരത് നോക്കേണ്ട കാര്യം. മാനേജ്മെന്റിന്റെ തെറ്റാണ് അതെന്നാ പറയാൻ പറ്റുള്ളൂ, വേറെ ഒന്നും പറയാൻ. അവർ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. കുട്ടികളുണ്ടാകുമ്പോൾ അവരെവിടെ പോകുന്നു, എങ്ങോട്ട് മേലെ പോകുന്നുണ്ടോ, ഏത് വഴിക്ക് പോകുന്നുണ്ടോ, അത് അവർ നോക്കേണ്ട കാര്യമാണ്. സ്കൂളിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ അത് രക്ഷിതാക്കളെല്ലാം നോക്കണത്. പിന്നെ രക്ഷിതാക്കൾ അവരാണ്. സർക്കാരെല്ലാം പറയണു എല്ലാം അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് പിന്നെ 5000 കോടിയായി മറ്റേതായി മറിച്ചതായെന്ന് പറഞ്ഞു. ആൾക്കാർ കൊച്ചുകുട്ടികൾ ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇരുന്ന കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഈ സാറന്മാരല്ലേ ഇത് നോക്കേണ്ടത്. പാവം ആ തള്ളയ്ക്ക് തന്തയ്ക്ക് ഇല്ലാതായി പോയില്ല കൊച്ച്. എത്ര കൊല്ലം ജീവിക്കേണ്ട കൊച്ച. ഇവരൊക്കെ ശ്രദ്ധിക്കണം, എങ്കിലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് സങ്കടം ഉണ്ടായത്. ഞാൻ ഇന്നലെ കണ്ടു കേട്ടോ അത് ടി വിയിൽ. കൊച്ചു കയറണതും ഇറങ്ങണതും ഇന്നലെ മുഴുക്ക ടി വിയിൽ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരുന്നത്. 24-ലും ഏഷ്യാനെറ്റിലും അതൊക്കെ എല്ലാം ഇത് തന്നെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ട് ഒരു അമ്മയും അച്ഛനും മനസ്സാക്ഷിയുള്ളവരാരും ഇത് സഹിക്കില്ല. ഇവരൊക്കെ സഹിക്കും. ഇവർക്ക് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു 5 ലക്ഷം രൂപയെ ഒരു 10 ലക്ഷം രൂപയെ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അത് പിന്നെ ആ കാര്യം അങ്ങ് പോയി. ആ കാര്യം പിന്നെ അവർ ചിന്തിക്കാറില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു 5 ഒരു 10 ലക്ഷം അതിലങ്ങ് തീർക്കും. ഇതാണ് സർക്കാരിൻ്റെ കളി. അല്ലാതെ ഇവർ ഒന്നും ചെയ്യില്ല. ഇവർ ഇത് എല്ലാം ചെയ്തിട്ട് വേണം അവരെല്ലാം നോക്കണത്. ഇതിനു മുമ്പ് ഇതൊക്കെ ചെയ്തിരുന്ന അവർ പറഞ്ഞ 15 കൊല്ലത്തിന് മുമ്പ് അവർ ഇത് പിന്നെ അവിടെ കൊടുത്തെന്ന് പറഞ്ഞു. KVC അപേക്ഷ കൊടുത്തെന്ന് പറഞ്ഞു. 15 കൊല്ലം വരെ പിന്നെ അവരിവിടെ എവിടെ പോയിരുന്നു? ഇതെന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഈ നാട്ടിൽ സർക്കാരും നാളെ കണ്ണുറക്കും. ഇത് കഴിയുമ്പം ഇതിപ്പോൾ നോക്കി ഒരാഴ്ച ചെയ്തുകൊണ്ട് ഒരാഴ്ച ആകുമ്പോൾ ഇതങ്ങ് മറക്കും. പിന്നെ ഈ പുതിയത് വരണം വരും. ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം കേട്ടോ. ഇത് ആദ്യമേ ഇതൊക്കെ അവരൊക്കെ ചിന്തിക്കണം. അവിടെ ഈ സർക്കാരും ഈ പിന്നെ ഈ ഒരു സ്കൂൾ അനാവസ്ഥയാണ് അത് കാണിക്കുന്നത്. പിന്നെ നമ്മൾ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം ഇത്ര ഇതല്ല പോകുന്നത്. പിള്ളേർക്കുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. ഫ്രണ്ട് മതിലുകൾ മാത്രം കെട്ടി പെയിൻറ്റ് ചെയ്ത് വിടും. സ്കൂളിൽ നിന്നുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല പിള്ളേർക്കുള്ളത്. ഇപ്പോൾ തന്നെ ആ ഷെഡ് എത്രയോ വർഷങ്ങളായിട്ടെന്നാണ് പറയുന്നത്. അത് സ്കൂൾ സൈക്കിൾ ഷെഡ്. ആ കൊച്ച് എന്താ എടുക്കാൻ വേണ്ടി എന്താ കല്ല് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കയറി. അതൊക്കെ ടീച്ചർമാരും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് അതിനുള്ള സമയമില്ല. അവർക്ക് എല്ലാം ഒരു രാഷ്ട്രീയ കളികളല്ലേ. അതാണ് സംഭവം. നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. പ്രതികരിച്ചാൽ നമ്മൾ ഒറ്റപ്പെട്ടു. അതാണ് ഏത് ഫീൽഡാണെങ്കിലും ശരിയില്ല. പിള്ളേർക്ക് പണ്ടത്തെ പോലെ വിദ്യാഭ്യാസമല്ല. ഇന്ന് ടീച്ചർമാർക്ക് പിന്നെ വിദ്യാർത്ഥികളെ തല്ലാനോ വഴക്ക് പറയാനോ പറ്റില്ല. പറ്റി കഴിഞ്ഞാൽ ടീച്ചർ ഇന്ന് കേസിൽ പ്രതിയാണ്. ഇന്ന് അതാണ് ഇവിടുത്തെ സംഭവം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇനി ഇതേപോലെ ആവർത്തിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അധികാരികൾ നിങ്ങളും ഇത് ശ്രദ്ധിക്കുക. അവരോട് മീഡിയയും ഇതിനൊരു സപ്പോർട്ട് കൊടുക്കുക. ഇനി വേണം ഇങ്ങനെ ഒരു കൊച്ചിനും ഒരു പിള്ളേരെല്ലാം നമുക്ക് നമ്മളെ പിള്ളേരാണ്. ഏത് കൊച്ചായാലും ജാതിക മതമൊന്നുമില്ല. എല്ലാ പിള്ളേരും ഞങ്ങളെ പിള്ളേരാണ്. അപ്പം അത് സംഭവിക്കാൻ പാടില്ലാത്തതിന് സംഭവിക്കും. ഇനിയെങ്കിലും അത് സംഭവിക്കരുത് എന്നാണ് ഞാൻ ഒരു ഓട്ടോ ഡ്രൈവർ എന്നുള്ള ഒരു ഇവിടെ എല്ലാം നടക്കുന്നവരാകൊണ്ട് നമ്മൾ കൂടുതൽ ആൾറൗണ്ട് കറക്കമാണ്. നമുക്ക് ഈ ജനങ്ങളുമായിട്ടുള്ള പ്രതികരണം എല്ലാവരും ഇതിനെ ഒരു പോസിറ്റീവ് ഇത് പറഞ്ഞാൽ അവരെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ
ഇത് സംഭവിക്കാൻ പോലുള്ള സ്കൂളിൻ്റെ അത് അനാസ്ഥ തന്നെ അവർ കൂടുതലും പറയുന്നത്. കാരണം ഇലക്ട്രിസിറ്റി വകുപ്പിന് അത് അവർ ഇതേപോലെ ഒരു ഷെഡിൻ്റെ മുകളിൽ കൂടെ അനുമതി കൊടുത്താൽ ഇലക്ട്രിസിറ്റി ബോർഡിനും ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, മന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും സ്കൂൾ മാനേജ്മെൻറ്റിനും എല്ലാവർക്കും ഇതിന് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ആരെയും ഒരാളായിട്ട് മാറ്റി നിർത്തിയിട്ട് കാര്യം, എല്ലാവർക്കും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിന് ഇത് പ്രത്യേകം ശ്രദ്ധിക്കാണ്ടായിരുന്നു. നമ്മൾ കണ്ടാണ് ഒരു സ്കൂളിൽ തന്നെ പിന്നെ ഉച്ചക്കഞ്ഞി വെച്ച് അതിനെ ദൂരെ തെരഞ്ഞ് ഒരു സമരത്തിൻ്റെ ആവാസങ്ങൾ കാണിച്ചു. അതൊക്കെ ഒന്നും പാടില്ല. ആ കൊച്ചിൻ്റെ അമ്മയുടെ നമ്മുടെ ദുഃഖത്തോടുകൂടി നമ്മൾ ചേരുന്നു. ഇനിയെങ്കിലും ആവർത്തി ഗവൺമെൻറ് സ്കൂൾസിൽ ഡിസിപ്ലിൻ കുറവാണ്. ആ കുട്ടിയുടെ ചെറുപ്പം മുകളിൽ പോയതുകൊണ്ടല്ല എടുക്കേണ്ടി വന്നു. ഗവൺമെൻറ് സ്കൂൾസ് കുറച്ചൊരു ഡിസിപ്ലിൻ പൊതുവെ കുറവാണ്. പിന്നെ എന്താ പറയുക, അവരെ കുറച്ചൊരു ഡെക്കോറം കൊണ്ടുപോയിട്ട് അതിലൂടെ ഒരുവിധം, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ഇനഫ്. ഇൻഫ്രാസ്ട്രക്ചർ ഒരുവിധം ഡെവലപ്പായെങ്കിൽ ഇനിയും ഡെവലപ്പ് ആവുന്നുണ്ട്. കാരണം പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കത് അവിടെ ഒരു ഡെത്ത് നമുക്ക് സംഭവിച്ചത്. അതുകൊണ്ട് ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഗവൺമെൻറ് പ്രത്യേക ശ്രദ്ധ എടുക്കുന്നത് നല്ലത്. കുട്ടിയെ സൂക്ഷിക്കണമായിരുന്നല്ലേ?